ഈസി ആയിട്ട് മസാല ചോറ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതുപോലുള്ള ഈസി റെസിപ്പിക്കായി മാജിക് കുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് സവാള. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സവാളയാണ്. ഒരു തക്കാളി, ആവശ്യത്തിന് പച്ചമുളക്, ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയെന്ന് വെച്ചാൽ എടുക്കാം. ആദ്യം തന്നെ പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിൽ കടുക് ആഡ് ചെയ്യുക. ശേഷം സവാളയും ഉപ്പും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യുക. അത് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് അത് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇട്ടി കൊടുക്കണം. അത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് പൊട്ടിച്ച് വെച്ച പപ്പടം ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് അളവിന് വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കണം. പപ്പടവും മസാലയും നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ചോറെടുക്കണം. ഞാനിവിടെ ഒരാൾക്ക് വേണ്ടി മാത്രം എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ചോറെടുത്ത് മസാലയും പപ്പടവും ചോറിൽ നന്നായിട്ട് പിടിക്കണം. അത്രയും നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്താൽ മതി. ഇനി അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മസാലച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ.